എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞല്ലോ, പിന്നെ അള്ളാഹുവെ എനിക്ക് മാത്രമായിട്ട് ഒരു കൗലിങ്ങൾ പഠിപ്പിച്ചു തരണം, അള്ളാഹുവെ നീ പഠിപ്പിച്ചു തരണം, എനിക്ക് മാത്രമായിട്ടൊരു വചനം. അത് ഞാൻ പറഞ്ഞാൽ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമായിരിക്കും, അള്ളാഹിനോട് ഏറ്റവും അടുക്കാൻ പറ്റിയൊരു വാക്ക്. അപ്പോൾ മൂസജി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പോൾ മൂസാ നബി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പ്രാധാന്യത്തിന് അറിയാം, അത് എല്ലാ പ്രവാചകന്മാരും എല്ലാവരും പറയുന്നതാണ്, അതല്ലാത്തൊരു വാക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശഭൂമികളും പ്രപഞ്ചം മുഴുവൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും വെച്ചാൽ ലമാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം ശരിക്ക്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ കേട്ട ആയത്താണ്. റസൂലേ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, ഒരുവൻ മരിക്കുന്ന സമയത്ത് മൻ മാത വഹുവ, ഒരുവൻ മരിക്കുന്ന സമയത്ത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാണ് മരിച്ചതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വേറൊരു ഹദീസ് ഉണ്ട്, സാധാരണ സമസ്തക്കാരൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ഷെയ്ഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് മരിക്കണതാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ശിർക്കിന്റെ ആൾക്കാരാന്നാണ് നിങ്ങൾ പറയണേ. ഞങ്ങളെ ഷെയ്ഖ്, ഞങ്ങളെ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് മരിക്കണേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ, ആ ഉസ്താദാണ് ഞങ്ങൾക്ക് ഇസ്തിയാസ പഠിപ്പിച്ചത്, ബദരീങ്ങളെയും അമൃതങ്ങളെയും മുനീഷേഖിനെയൊക്കെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത്, ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച മുസ്ലിം ആവുന്നുണ്ടോ? അവന്റെ മരണം നല്ല മരണമാണെന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് തന്നെയാണ് ഫിറൗനും മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് മാത്രമല്ല, ഹാറൂന്റെയും മൂസയുടെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മരിച്ചത്. സക്കറാത്തിന്റെ സമയത്ത് സ്വീകരിക്കുമോ? ആ തൗബ സ്വീകരിക്കൂല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതിന്റെ വിശദീകരണമായി വേറൊരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയോ? മൻ മാത വഹുവ യഅലമു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുവൻ മരണപ്പെടുന്ന സമയത്ത് അവൻ അറിഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? അവൻ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹനെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹിന്റെ വഹ്ദാനിയത്ത് അറിഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടുണ്ട്. ആ അറിഞ്ഞതിനനുസരിച്ച് അവൻ ജീവിച്ചു. ആ ജീവിതത്തിന്റെ അവൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാമ്പ് അത് മനസ്സിൽ കൊണ്ടുവന്നിട്ടാവും മരിക്കുന്നത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദഖലൽ ജന്ന എന്നാണ്. പറഞ്ഞു മരിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം അറിഞ്ഞിട്ട് പറയുക എന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ ഒന്നാമത്തെ ഷർത്ത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമു. എന്താ അർത്ഥം? അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. ഇലാഹ് എന്താന്ന് പഠിക്കണം, അല്ലാഹ് എന്താന്ന് പഠിക്കണം. അപ്പൊ അള്ളാഹിന്റെ സിഫാത്തുകൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു നിഷേധമാണല്ലോ സത്യത്തിൽ. ഒന്നാമത്തെ ഭാഗം ഒരു ലാ ഇലാഹ, ഇലാഹേ ഇല്ല, ഒരു ഇലാഹുമില്ല. എന്നിട്ട് അള്ളാഹിനെ സ്ഥാപിക്കണം, ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. അള്ളാഹ് മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇത്ര തീവ്രത കിട്ടൂല. അള്ളാഹ് മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞ തീവ്രത കിട്ടൂല. എന്താ കിട്ടുള്ളൂ? ലാ ഇലാഹ, ഒരു ഇലാഹു, ലോകത്ത് ഒരു ഇലാഹുമില്ല, ഒറ്റ ഇലാഹുമില്ല. എന്നിട്ട് അള്ളാഹിനെ സ്ഥാപിക്കണം, ഇല്ലല്ലാഹ്. അപ്പോ എന്താണ് ഇലാഹ് എന്ന് പഠിക്കണം, എന്താണ് അള്ളാഹ് എന്ന് പഠിക്കണം, എന്താണ് അള്ളാഹുവിന്റെ വിശേഷങ്ങൾ എന്ന് പഠിക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനെ ബാധിക്കുന്ന, ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന അൽ ഇൽമു ബിമഅനാഹ അൽ മുറാദു മിൻഹാ നഫ്യൻ വ ഇസ്ബാതൻ അൽ മുനാഫി ലിൽ ജഹൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അറിയാത്ത ഒരു മനുഷ്യൻ, ജാഹിലായ ഒരു മനുഷ്യൻ, ജഹൽ, ഇൽമിന്റെ നേരെ ഓപ്പോസിറ്റ് ജഹലാണല്ലോ. ജഹലാണ് നമുക്കറിയാം, അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ മാറ്റിവെച്ച് ശരിയാവണ്ണം പഠിച്ച്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅലം, നീ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ശരിക്കും പഠിക്കേണ്ട സാധനം, മക്കളെ പഠിപ്പിക്കേണ്ട സാധനമാണ്. ആരാണ് ഇലാഹ്, ആരാണ് റബ്ബ്, എന്താണ് റബ്ബിന്റെ വിശേഷണങ്ങൾ, എന്താണ് റബ്ബിന്റെ നോട്ടം, എന്താണ് റബ്ബിന്റെ പ്രവർത്തനങ്ങൾ, റബ്ബിന്റെ കഴിവ് എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, ഷഹിദല്ലാഹ്, സൂറത്ത് ആലി ഇംറാനിന്റെ 18-ാമത്തെ ആയത്തിൽ, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആര്? മലായികത്തുകളും വിവരമുള്ള ആളുകളും പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും സത്യസന്ധമായി നീതിയുക്തം അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്താണ്? ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നവരെ അറിഞ്ഞിട്ട് എപ്പോഴാ സാക്ഷ്യം വഹിക്കുക? എപ്പോഴാ? ഇയാൾ പ്രശ്നക്കാരനല്ല. ഇപ്പൊ എന്നെ ഒരു സാക്ഷി കൂട്ടിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മനുഷ്യൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടി പോകണല്ലോ.
സത്യസാക്ഷ്യമാണെങ്കിൽ, നീതിയുടെ സാക്ഷ്യമാണെങ്കിൽ ഞാനത് അറിഞ്ഞ് മനസ്സിലാക്കി അയാൾ അവിടെ ചെയ്തിട്ടില്ല, ആ കളവ് കേസ് നടന്ന സമയത്ത് അയാൾ ഇവിടെ ഇല്ല, അയാൾ നാട്ടിലില്ല എന്ന് എനിക്കറിയാം. അയാൾ എൻ്റെ കൂടെ മഹാരാഷ്ട്രയിലാണ്, അയാൾ കേരളത്തിലില്ല. ആ സമയത്ത് കേസിന് ആസ്പദമായ സമയത്ത് അയാൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഞാൻ പറയണം, കൂടെ എന്ന ആൾ പറയണം. അപ്പൊ എനിക്കത് അറിയാം. അപ്പോ മലക്കുകൾ അത് അറിഞ്ഞു, വിവരമുള്ളവർ അറിഞ്ഞു. എന്നിട്ട് അവർ സാക്ഷിയാകുകയാണ്. എങ്ങനെ? നീതിയോട് പൂർവം അവർ സാക്ഷിയാകുന്നു. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അറിഞ്ഞ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ ആ ആളുകളാണ് ആലിമുകൾ. അള്ളാഹിനെ ഏറ്റവും ഭയപ്പെടുന്ന ആളുകൾ ആരാണ്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളുകൾ ആലിമുകളാണ്, പണ്ഡിതന്മാരാണ്, നല്ല പണ്ഡിതന്മാർ. രണ്ട് ആൾക്കാരുണ്ട്. ആകാശത്തിന് താഴെ ഏറ്റവും നികൃഷ്ട ജീവികൾ പണ്ഡിതന്മാരാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ശിർക്കിലും വിദഅത്തിലേക്കും ഖുറാഫത്തിലേക്കും കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ. അങ്ങനെയും ഉണ്ട് ഹദീസ്. ആകാശത്തിന് താഴെ ഏറ്റവും നികൃഷ്ട ജന്മങ്ങൾ പണ്ഡിതന്മാരാണ്. ദീന് പഠിച്ച് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ, ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുന്ന പ്രവർത്തനങ്ങൾ, ജൂതന്മാരുടെ പ്രവർത്തനങ്ങൾ എടുക്കുന്ന ആളുകൾ. എന്നാൽ യഥാർത്ഥ പണ്ഡിതന്മാർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു. കാരണം എന്താ? ഒരു പഠിച്ചോലാണ്, അവർ പഠിച്ച ആൾക്കാരൻ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. ഹൽ യസ്തവിൽ ലദീന ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകളാണ്, ബുദ്ധിയുള്ള ആൾക്കാരാണ് ചിന്തിക്കുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ശരിയാമണ്ണം അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ പറഞ്ഞു ദഖലൽ ജന്ന. ഒരുവൻ മരിക്കുന്ന സമയത്ത് ആ ഇൽമോട് കൂടിയാണ് അവൻ മരിച്ചെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ അതാണ് ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ ഷർത്ത് എന്താണ്? അത് കേവലം പറയാനുള്ളതല്ല, അത് അറിയണം. അള്ളാഹിനെ കുറിച്ച് അറിയണം, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആ അള്ളാഹ് എന്താണ് ഇലാഹ്? ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കാ മുശ്രിക്കുകളുടെ ഒരു പ്രത്യേകത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നമായി. 40 വയസ്സ് വരെ അല്ലമീനായിരുന്നല്ലോ, അല്ലേ? 40. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, തുഫ്ലിഹു, അപ്പോൾ നിങ്ങൾ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമായി. ഓരെന്ത് ചോദിച്ചു? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എന്താ മുഹമ്മദ് ഈ പറയണത്? എല്ലാ ഇലാഹുകളെയും ഒക്കെ ഒറ്റ ഇലാഹെന്നോ? അത് വലിയ അത്ഭുതമായ കാര്യം തന്നെയാണ്. എന്താ ഈ പറഞ്ഞത്? ഞങ്ങൾക്ക് ലാത്തുണ്ട്, ഉസ്സുണ്ട്, മനാത്തുണ്ട്, ഇബ്രാഹിം നബി, ഇസ്മായിൽ, എത്ര ആൾക്കാരെ ഞങ്ങൾ വിളിക്കണം? ഒക്കെ ആലിഹത്തുകളാണ്. കൂടെ അള്ളാഹും ആലിഹത്താണ്. അള്ളാഹ് ആരാണ്? അള്ളാഹ് സൃഷ്ടാവാണ്. അത് ഞങ്ങൾക്കറിയാം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഓൽക്ക് മനസ്സിലായി, ലാ ഇലാഹ ഈ മുഹമ്മദ് പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ പിന്നെ ആരെ വിളിക്കാൻ പറ്റൂല? ഇബ്രാഹിം നബിനി, ഇസ്മായിൽ നബിനി വിളിക്കാൻ പറ്റൂല. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിലെ സമസ്തക്കാരുടെ അല്ലെങ്കിൽ സൂഫികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും ചെയ്യും, ബദരീങ്ങളെ കാക്കണമെന്ന് വിളിക്കുകയും ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും ചെയ്യും, സി മടവൂരാണ്, മുദർബുറിലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് ഭാരമുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മമ്പറം ചാരത്തിന് പോയി പറയാം എന്ന് വിശ്വസിക്കും. ഓനെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണുണ്ട്. അപ്പൊ മക്കാ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു ഭാഗം മനസ്സിലാക്കിയ ആൾക്കാരാണ്. കാരണം ഓർക്ക് മനസ്സിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാൻ പറ്റൂല? ആരെ വിളിക്കാൻ പറ്റൂല? മറ്റുള്ളവരെ വിളിക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും ചെയ്യാം, എന്നിട്ട് മറ്റുള്ളവരെ വിളിക്കുകയും ചെയ്യാം. നിങ്ങൾ ആലോചിക്കണം, അത് ജഹാലത്താണ്. മക്കാ മുശ്രിക്കുകളുടെ ഇൽമു പോലും. കാരണം മക്കാ മുശ്രിക്കുകളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞപ്പോ തന്നെ പ്രശ്നമായി, ഒറ്റ വാക്കുമ പ്രശ്നമായി. 40 കൊല്ലം അൽ അമീനാണ്, മാണിക്കക്കല്ല എന്ന് പറഞ്ഞ ആൾക്കാര് ഒരു വാക്ക് കൊണ്ട് തലതിരിഞ്ഞു. കാരണം ഓൽക്കാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് ഇതിന്റെ ഒരു ഭാഗം പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിവരം പോലും നമ്മളെ ആളുകൾക്ക് ഇല്ലാതായി. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയണത്? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം, അത് പഠിക്കണം. അള്ളാഹ് ആരാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നതാണ്, ഇന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് പാടില്ല, മറ്റുള്ളവരെ വിളിക്കാൻ പാടില്ല, ഇബാദത്തുകൾ ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല, റിയാ പാടില്ല, ഒന്നൊക്കെ മനസ്സിലാവും. ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല.